പ്രജിതേ, ഈ ഖത്തറിന് ഇന്ത്യയുടെ വക ഒരു നല്ല കൊട്ട് കിട്ടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. അത് ഈ പറയുന്ന പോലെ അമേരിക്കയ്ക്ക് ആശ്വാസവുമായിട്ടുണ്ട്. എന്താണ് ഇതിലെ ആ ഒരു സംഗതി? ചേട്ടാ, അത് നമ്മളെ ഏറ്റവും കൂടുതൽ LNG പ്രകൃതിവാതകം വാങ്ങുന്നത് ഖത്തറിൽ നിന്നാണ്. അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗവും ഈ പ്രകൃതിവാതകം വിൽക്കുകയാണ്. ഓയിലും ഗ്യാസും ഒക്കെ വിറ്റിട്ടാണ് അവരുടെ, നമ്മൾ കഴിഞ്ഞ ഇടയ്ക്കൊരു ചർച്ചയിൽ പറഞ്ഞില്ലേ, ചിന്തിക്കാനുള്ള ശേഷിയില്ലെങ്കിലും പണം വരാനുള്ള കഴിവ് അവിടെയുണ്ട്. അതാണ് അവരുടെ ഭൗമ പ്രകൃതിയുടെ ഒരു പ്രത്യേകതയായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ഈ ഖത്തറിനൊരു തിരിച്ചടി എന്ന് പറയുമ്പോൾ, ഖത്തർ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം തന്നെയാണ്. കാരണം ഖത്തറിലാണ് ഈ ഹമാസിന്റെ നേതാക്കളും IS-ന്റെ നേതാക്കളും ഒക്കെ, പ്രത്യേകിച്ച് ഹമാസിന്റെ നേതാക്കളും ഒക്കെ തമ്പടിച്ചിരിക്കുന്നത്, താമസിക്കുന്നത് അവിടെയാണ്. അവിടെ ഇരുന്നുകൊണ്ടാണ് ഈ കണ്ടത്തെ പോക്കൃത്തരം കാണിക്കുന്നത്. അതായത് പോരാളികളെ മുഴുവൻ തുരങ്കങ്ങളിലൊക്കെ ഇടും, അവര് അവിടെ നിന്ന് പോരാടിക്കോളും. ഇവിടെ നേതാക്കളുടെ ഭാര്യയും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സുഖജീവിതാണ്. അതാണ് അവരുടെ സുഖം വാഴും. സത്യം, അങ്ങനെയാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഖത്തറിൽ നിന്നാണ് നമ്മൾ ഇതുവരെയും ഏറ്റവും കൂടുതൽ LNG വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ 2023 എന്ത് പറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, അതൊന്നും ഗ്രാഫ് താഴ്ന്നു. അമേരിക്കയിൽ നിന്നായി നമ്മളിത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത്. അപ്പോൾ സെക്കൻഡ് സ്ഥാനത്ത് ഉണ്ടായിരുന്നത് UAE ആണ്. അമേരിക്കക്ക് ഇങ്ങനെ ഇത് പ്രകൃതിവാതകം കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ ഇത് UAEയെയും ആശ്രയിക്കുന്നുണ്ടായിരുന്നു, ഖത്തറിനെയും നമ്മൾ ആശ്രയിക്കുന്നുണ്ടായിരുന്നു. അതിനാണ് ഈ മാറ്റം വന്നിട്ടുള്ളത്. LNG ഇറക്കുമതി കൂടുതൽ ചെയ്യുന്ന LNG ഇറക്കുമതിക്കാരുടെ ഒരു അന്താരാഷ്ട്ര സംഘടനയുണ്ട്. LNG ഇറക്കുമതിക്കാരുടെ ഒരു അന്താരാഷ്ട്ര സംഘടന. ആ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ഇന്ത്യ ഇപ്പോൾ ഏറ്റവും കൂടുതൽ LNG വാങ്ങുന്നത് അമേരിക്കയിൽ നിന്നാണ് എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനും കാരണങ്ങളുണ്ട്. ഒന്ന്, ഒരു പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ഖത്തറിനുള്ള ഒരു തിരിച്ചടിയും ആവാം, നയതന്ത്രപരമായിട്ടുള്ള ഒരു തിരിച്ചടി ആയിരിക്കാം അത്. അതെ, അവർക്ക്, അതായത് ഏറ്റവും കൂടുതൽ വാങ്ങുന്നത് നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാങ്ങലിന്റെ അളവ് കുറയുമ്പോൾ അവർക്കുണ്ടാകുന്നത് തിരിച്ചടി തന്നെയാണ്. അങ്ങനെയല്ലേ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പോ 2024 ഇറക്കുമതി 27 ദശലക്ഷം ടൺ ആയിരുന്നു. 27 ദശലക്ഷം ടൺ. അത് 5 ദശലക്ഷം ടണ്ണായിട്ടാണ് വർദ്ധിച്ചത്. ഈ നേട്ടം അമേരിക്കയ്ക്ക് വന്നത്. അപ്പോൾ കൂടാതെ ഖത്തറിൽ നിന്ന് ഇറക്കുമതി കുറക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ. കഴിഞ്ഞ വർഷം അവസാനത്തോടെ വാതക ഇറക്കുമതി ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള വാതക ഇറക്കുമതി കൂട്ടുകയാണ് ചെയ്തിട്ടുള്ളത്. അതെ, നമ്മൾ വാങ്ങുന്നതിന്റെ മൊത്തത്തിൽ ഒരു 19% അമേരിക്കയിൽ നിന്ന് ആയിട്ട് നമ്മൾ കൂട്ടുകയാണ് ചെയ്തത്. ഇന്ത്യ സാധാരണ കൂടുതൽ ഖത്തറിൽ നിന്ന് ഇറക്കുന്നതിന്റെ അളവ് കുറയുകയും ചെയ്തു. 2022 53%, 2023 50% ആയി ഖത്തർ. 2024 വന്നപ്പോൾ 42% ഖത്തറിൽ നിന്ന് വാങ്ങുന്നത്. താഴേക്ക് പോയി ഗ്രാഫ്. സെക്കൻഡ് സ്ഥാനത്തുണ്ടായിരുന്നത് UAE ആയിരുന്നു. 2023 ഈ UAEയെയും ഖത്തറിനെയും പിന്തള്ളി ഈ ഒന്നാം സ്ഥാനത്തേക്ക് അമേരിക്ക കടന്നു വരുന്നത്. ഇന്ത്യയിലെ ഇറക്കുമതി വാതകത്തിന്റെ 72% ഖത്തറിൽ നിന്നായിരുന്നു. അതാണ് ഈ കുറഞ്ഞു പോയത്. 72% അമേരിക്ക, അതായത് ഇത് വാങ്ങുന്നത് വഴി അവർക്കുണ്ടാകുന്ന നമ്മുടെ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഒരു അസന്തുലിതാവസ്ഥയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് അമേരിക്കയിൽ നിന്ന് നമ്മൾ. അതുകൊണ്ട് നമുക്കുള്ള നമ്മുടെ നീഡ്സ് ഉണ്ടല്ലോ, ഇതിൽ കുറഞ്ഞു വാങ്ങിക്കുമ്പോൾ അവിടെ നമ്മൾ മറ്റിടത്ത് വാങ്ങും. അപ്പൊ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് വിലപേശാൻ പറ്റും. തീർച്ചയായിട്ടും ഇറക്കുമതി ചെയ്യാനായിട്ട് ബാർഗൈനിങ് നടത്താൻ. അതെ, അങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ അമേരിക്ക 3 മില്യൺ ടൺ വാതകമാണ്, അതായത് 14%. ഇപ്പോ അത് 5 മില്യൺ ടണ്ണായിട്ട് മാറി, കൂടിയത്. അപ്പൊ ഖത്തറിൽ നിന്നുള്ള ഇറക്കുമതി 42 കുറയുകയും ചെയ്തു, 42%. UAEയിൽ നിന്നുള്ളത് 11% തുടരുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ രണ്ടും കുറയുകയും ചെയ്തു. അപ്പോൾ UAE ഏറ്റവും കൂടുതൽ വാതകം കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിലേക്കാണ്. മൊത്തം കയറ്റുമതിയിൽ പകുതിയും ഇന്ത്യയിലേക്ക്. വാതക വിൽപ്പനയ്ക്ക് US-ന്റെ പ്രധാന വിപണിയും ഇപ്പോൾ ഇന്ത്യ തന്നെയാണ്. കൂടാതെ ഇവര് ജപ്പാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവിടങ്ങളിലേക്ക് കൂടി കയറ്റുമതി ചെയ്യുന്നുണ്ട്. അവരുടെ LNG വാങ്ങണം. അതായത് അമേരിക്ക പറയുന്നത് അവരുടെ LNG എല്ലാ രാജ്യങ്ങളും കൂടുതൽ വാങ്ങണം എന്നുള്ള ആവശ്യം അമേരിക്ക ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉന്നയിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ അവരിൽ നിന്ന് കൂടുതൽ വാതകം വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അധികം വാതകം ഇപ്പോൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുന്നതും US ആണ്. അത് ഖത്തറിനുള്ള തിരിച്ചടിയാണ്. ഇപ്പൊ US-ന്റെ ആണ്. US അതിൽ മുൻപന്തിയിൽ വരുമ്പോഴും നമ്മൾ അവിടെ നിന്ന് വാങ്ങാതിരിക്കുമ്പോഴും അത് ഖത്തറിനുള്ള തിരിച്ചടി തന്നെയാണ്. മൊത്തത്തിൽ അവരുടെ ഒരു എന്താ പറയാ, അവരുടെ വിൽപ്പനയിൽ ഭയങ്കരമായ കുറവ് വരും, ഇടിവ് വരും. അതെ, കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുമ്പോൾ ഇപ്പൊ 1-2 ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് വിലപേശ വാണിജ്യ വിപണിയിൽ വലിയ ഇടിവ് വരികയും ചെയ്യും. അപ്പോൾ ഓസ്ട്രേലിയയൊക്കെ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ, ഖത്തറിന്റെ ഒരു ആധിപത്യം, ഈ കാര്യത്തിലുള്ള ആധിപത്യം തകരുന്ന ഒരു അവസ്ഥയിലേക്ക് കുത്തക തീരുകയാണ്. അപ്പൊ അത് നല്ലതാണ്. കാരണം ഇവര് ഈ ഫണ്ടെല്ലാം വിനിയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതെ, ആ രീതിയിൽ ഇത് ക്വാളിറ്റിയിൽ ഖത്തറിന്റെ കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ക്വാളിറ്റി ഉള്ളത് തന്നെയാണ്. ഖത്തറിന്റെ കൂടുതൽ എന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ക്വാളിറ്റി കുറഞ്ഞ ഉൽപ്പന്നം അമേരിക്ക കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളിലേക്ക് വരും. ശരിയാണ്, ക്വാളിറ്റിയിൽ അങ്ങനെ കുറവുണ്ടാകാൻ സാധ്യതയില്ല. അതെ, അവിടെ അമേരിക്കയുടെ ഭാഗ്യം കണ്ടില്ലേ, അതില്ലെന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ലേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഖത്തറിനെ സംബന്ധിച്ച് ഈ ഗ്യാസും ഓയിലും വിറ്റുപോയില്ലെങ്കിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അവരുടെ രാജ്യം പോകും. തീർച്ചയായിട്ടും വൻ സാമ്പത്തിക പ്രതിസന്ധിയാവും. അമേരിക്കയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അമേരിക്ക ഒന്നില്ലെങ്കിൽ ഒന്നിൽ പിടിച്ചു നിൽക്കും. ഈ സാമ്പത്തികമായി ഇടിവ് വന്നാലും അവർക്കത് പിടിച്ചു നിൽക്കാനുള്ള ഒരു റോൾ ചെയ്യാന്ന് പറയില്ലേ നമ്മള്, റോൾ ചെയ്യാനായിട്ട് അമേരിക്കക്ക് പറ്റും. ആയുധം വിറ്റാലും കാശ് കിട്ടും. ഇനി തീരുവ കൂട്ടിയാലും പട്ടാളക്കാരെ യുദ്ധത്തിന് വേണമെങ്കിൽ പട്ടാളക്കാരെ വിറ്റ് കൊടുത്തും കാശ് വാങ്ങും. അവർക്ക് അങ്ങനെയുണ്ടല്ലോ, അവർക്ക് അത് ലോക പോലീസ്. ഇനിയിപ്പോ ഇറക്കുമതി ചുങ്കത്തിന്റെ കാര്യമാണെങ്കിലും അതിലിപ്പോ അപ്പീൽ കോടതി നേരത്തെയുള്ള കോടതി ഉത്തരവ് തള്ളിയിട്ടുണ്ട്, പിരിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിലും അമേരിക്കക്ക് അവിടെയും നേട്ടം തന്നെയാണ്. ഡീപ് സ്റ്റേറ്റ് കാശുണ്ടാക്കുക. ഡീപ് സ്റ്റേറ്റ് ഉണ്ടാകുന്ന ഈ പണമുള്ളവരാണല്ലോ ഈ ഡീപ് സ്റ്റേറ്റായി മാറുന്നത്. പണം കയ്യിൽ വെച്ചുകൊണ്ട് അധികാരികളെ, അതേ ഭരണസ്ഥാനത്തിരിക്കുന്നവരെ വിലക്കെടുക്കുകയാണ്. അവരുടെ രീതിക്കനുസരിച്ചിട്ട് അവർ ലോകക്രമത്തെ മാറ്റാൻ ശ്രമിക്കുന്നതാണ് ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതെ, കയ്യിൽ കാശുള്ളത് കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഖത്തറിനെ സംബന്ധിച്ച് ഇതൊരു നമ്മളെ സംബന്ധിച്ച് ഖത്തറിന് കൊടുക്കാവുന്ന ഒരു മറുപടി കൂടിയാണ്. അതെ, അതിന്റെ ഇടയിൽ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റഷ്യയിൽ നിന്നായിരുന്നു എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. അത് നേരത്തെ വാങ്ങിയിരുന്ന സ്ഥലത്ത് നിന്നും രാജ്യത്ത് നിന്നും കൂടുതൽ റഷ്യ തരാൻ തുടങ്ങിയപ്പോൾ റഷ്യയിലേക്ക് ഇന്ന ആളെന്നില്ല, എല്ലാവരോടും നമ്മൾ അതെ ആ വഴിയും പോകും. അപ്പൊ നമുക്ക് ഇന്ന ആളെന്നൊന്നും ഇല്ല. നമ്മളെ സംബന്ധിച്ച് എല്ലാവരുമായിട്ടും ഒരു ആം ഡിസ്റ്റൻസിലുള്ള ബന്ധം കീപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇന്ത്യക്ക് നിലപാടെടുക്കാൻ പറ്റും. ഇന്ന സ്ഥലത്ത് നിന്ന് മാത്രം, ഇന്ന രാജ്യത്തിൽ നിന്ന് മാത്രമേ ഇന്ത്യ ഒരു കാര്യം ചെയ്യുള്ളൂ എന്നുള്ള നിലപാടില്ല. നമുക്കില്ല.